ഇറാനെ നശിപ്പിച്ച് നാശക്കോട്ടയാക്കാമെന്ന കണക്കുകൂട്ടലോടെയാണ് ഇസ്രായേൽ ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിട്ടത്. അതായത് ഇറാന്റെ ആണവ ശക്തി നശിപ്പിക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനായി അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ കടന്നാക്രമിച്ചത്. എന്നാൽ എന്തും ഒരു മുഴ മുന്നേ നോക്കിക്കാണുന്നവരാണ് ഇറാൻ. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ഒരു നമ്പരും ഇറാന്റെ അടുത്ത് ചെലവാകാത്തത്. ഇറാനെ പഠിപ്പിക്കാൻ എത്തുന്നവരെ ഇറാൻ ഒരു പാഠം പഠിപ്പിക്കും. അതാണ് ചരിത്രം. എന്തായാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തു തരിപ്പണമാക്കി എന്ന അമേരിക്കയുടെ വാദം പൊളിച്ചെടുക്കുന്നതാണ് പുതിയ റിപ്പോർട്ട്. ജൂൺ 20-ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പെന്റഗൺ തയ്യാറാക്കിയ US ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്ത് എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് വിപരീതമാണ് പെന്റഗന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഇറാന്റെ ആണവ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ നശിപ്പിക്കുന്നതിൽ അമേരിക്കൻ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അമേരിക്ക നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ ഏതാനും മാസങ്ങൾ മാത്രം പിന്നോട്ടടിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇറാന് വളരെ സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ബാച്ചുകൾ ആക്രമണത്തിന് മുന്നേ തന്നെ മാറ്റിയിരുന്നു. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിലയിരുത്തലിന്റെ പേരിൽ അമേരിക്കയും വാദപ്രതിവാദങ്ങൾ രൂക്ഷമാവുകയാണ്. ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ പൂർണ്ണമായും തെറ്റാണെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. വിലയിരുത്തലുകൾ പൂർണ്ണമായും തെറ്റാണെന്നും പ്രസിഡന്റ് ട്രംപിനെ താഴ്ത്തിക്കെട്ടാനും ഇറാന്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ദൗത്യത്തിലേർപ്പെട്ട ധീരരായ യുദ്ധ പൈലറ്റുമാരെ അപകീർത്തിപ്പെടുത്താനുമുള്ള വ്യക്തമായ ശ്രമമാണിതെന്നാണ് വൈറ്റ് ഹൗസിന്റെ കുറ്റപ്പെടുത്തൽ. അതേസമയം ഇസ്രായേൽ ഇറാൻ തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വരികയും കഴിഞ്ഞ ദിവസം രാത്രി ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചിരുന്നില്ല. ഇറാന്റെ വ്യോമപാത ഉടൻ തുറന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ഇന്നലെ ട്രംപ് വെടിനിർത്തലിന് പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇറാനിൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതോടെ മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉടലെടുത്തിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് സംഘർഷം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ മേഖലയിൽ വീണ്ടും സമാധാനം കൈവന്നു. 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നതോടെ ടെഹ്റാനിൽ വൻ ആഘോഷവും പ്രകടനങ്ങളുമായി ജനങ്ങൾ ഇറങ്ങി. ആയത്തുള്ള ഖമേനിയുടെ ചിത്രങ്ങളുമായി ജനം തെരുവിലിറങ്ങി. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഇറാനുമായി കൂടുതൽ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി. വ്യോമപാത അടച്ചതിനെ തുടർന്ന് നിർത്തിയ സർവീസുകൾ പുനഃസ്ഥാപിച്ചു തുടങ്ങിയെങ്കിലും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ 2 ദിവസത്തേക്ക് തുടരുമെന്നാണ് ഖത്തർ എയർവേസ് വ്യക്തമാക്കുന്നത്.